The first day of spring break for me. You know why I am saying like that? Because oh, Shaza. Come on, let's go. Sky this way. Sky. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഗോയിങ് ഫോർ എ വാക്ക്. ഷാസയുടെ സ്പ്രിംഗ് ബ്രേക്ക് സ്കൂളിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതായത് കഴിഞ്ഞ മൺഡേ തുടങ്ങിയതാണ്. ഇന്ന് ഇവിടെ തേഴ്സ്ഡേ ആണ്. എനിക്ക് തുടങ്ങിയത് ഇന്നാണ്. ഞാൻ കാത്തലിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്പ്രിംഗ് ബ്രേക്കും പബ്ലിക് സ്കൂളിലെ സ്പ്രിംഗ് ബ്രേക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഈ സമയത്ത്. ബാക്കിയുള്ള ബ്രേക്സൊക്കെ സ്കൂളിൽ ബ്രേക്കൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇത് മാത്രം ഡിഫറെൻ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിൻ്ററൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വെതർ എൻജോയ് ചെയ്യാനുള്ളൊരു എന്നും ഇങ്ങനെയൊന്നും ആവില്ല കേട്ടോ. മഴയായിരിക്കും, അല്ലെങ്കിൽ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കാതെ പൊതുവേ എൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെക്കേഷന് പോകുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ചടഞ്ഞു കൂടി ഇരിക്കുമായിരിക്കും. കൗച്ച് ടു കിച്ചൺ ടു ബെഡ്, ഫോണിൽ സ്ക്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് പൊതുവെ. പക്ഷെ അതിന്ന് മാറി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെക്കേഷൻ മീൻസ് ഒരു ബ്രേക്ക് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയൊരു പ്ലാനൊക്കെ ചെയ്ത് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ ടൗൺ. ഞാനിവിടെ ഒരു നേച്ചർ സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള ഒരു എന്താ പറയുക, കുറുക്കുവഴി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കുറുക്കുവഴി തന്നെയല്ലേ പറയുക, അങ്ങനെ ഒരു വഴിയാണിത്. അപ്പോൾ ഞാനും ഷാസിയും പിന്നെ ഞങ്ങളെ സ്കൈ ഉണ്ട്. ഇവിടെ ഒരു സ്കൈ ഉണ്ട്. സ്കൈ, why we are calling him Sky? His name is Skylark, but we call him Sky. Hey, let's go. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു എന്താ അതിനെ പറയാ, അരുവിയോ എന്ന് പറയാം അല്ലേ, ഒരു ചെറിയ സ്ട്രീം അതിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. I don't know is a clean water or not. We never get in. ഞങ്ങൾ അതിൽ ഇറങ്ങാറൊന്നുമില്ല. പക്ഷേ അതിങ്ങനെ എൻജോയ് ചെയ്യാൻ ഈ ഒരു വെതറിൽ നല്ല രസമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ നേച്ചർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഒരു നല്ല പ്ലേസാണ്. നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഉള്ളൊരു പ്ലേസാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ദിസ് ഈസ് മീ. എൻ്റെ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക, നമ്മളുടെ സ്പ്രിങ്ങിലേക്ക് കടന്നിട്ടുള്ള ഒരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. ഇന്ന് ജാക്കറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുറത്ത് നല്ല വെയിലായിരിക്കും. കണ്ടാൽ തോന്നും നമ്മളെ നാട്ടിലേക്ക് പോലെ നമുക്കൊരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്ത് ചാടി ഇറങ്ങാമെന്ന്. പക്ഷേ അപ്പോഴായിരിക്കും നല്ല വിൻഡ്. ആ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സൂചി കൊണ്ട് കുത്തി തിറക്കണ ഒരവസ്ഥ ഉണ്ടാവില്ലേ, അതുപോലൊരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം ഞാൻ സ്വെറ്റർ കൈ പിടിക്കും. ഇൻ കേസ് നമ്മളെ വെതർ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഇതാണ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. ഇറ്റ്സ് ആൾസോ ഇറ്റ്സ് ലുക്ക് ക്ലീൻ, ബട്ട് ഐ ഡോണ്ട് ട്രസ്റ്റ് വാട്ടർ ലൈക്ക് ബിഫോർ. നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ചെറിയൊരു വാഴത്തോട്ടം കണ്ടാൽ, വാഴത്തോടോ അല്ലെങ്കിൽ നമ്മളെ പാടമൊക്കെ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങാമായിരുന്നു ഒരു പേടിയില്ലാതെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊല്യൂഷനും പ്ലാസ്റ്റിക്കും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എവിടുന്നാണ് വരുന്നത് എന്നൊന്നും. അപ്പോൾ അത് കാരണം എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ maybe I am getting older, more maybe matured, but I don't trust any more water. I don't know why. Maybe I'm changing, or weather is changing, or the nature make me change. Who knows? Hey, come on Shaza. അപ്പം അങ്ങനെയൊക്കെയാണ്. But there is some animals here. There are some deers. I don't know, you can see it. Oh yeah, they can feel us and they run really fast. And sometimes Sky run behind them to make them scared. That's the problem. We don't
respect each other. Yes, guy. ഇവിടെ ഒരു പഴയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന പോലെയാണ്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആ ബ്രിഡ്ജ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നടക്കാനൊന്നും അത്ര സ്ട്രോങ് അല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിനൊരു വേറൊരു എൻട്രൻസ് ഉണ്ട്, വണ്ടിയൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റണ, നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനുള്ള എൻട്രൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളിവിടെ വളരെ അടുത്താണ്, ഇതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ പോകാനൊക്കെ, അതേപോലെ ഈ റോഡ് സൈഡിൽ കൂടി സ്ട്രീറ്റിൽ കൂടി നടക്കുന്നതിലും എത്രയോ ഭേദമല്ലേ നമ്മൾ ഈ ഡോഗിനെ കൊണ്ടും ഒക്കെ നടക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ കൂടി നടന്ന് വരുന്നത്, ഈ ചെറിയൊരു ഇടവഴി കൂടി. ഇടവഴി എന്നൊക്കെ പറയാൻ പറ്റുമോ ഇതിന്, എന്തായാലും ഒരു കുറുക്ക് വഴി ഇതിൽ കൂടി ഉണ്ട്. അങ്ങനെ പക്ഷേ ഈ സ്പ്രിങ് തുടങ്ങിയപ്പോൾ കണ്ടോ കുറേ ചെടി പൂക്കളൊക്കെ നിലത്തിൽ കൂടി വിരിഞ്ഞിട്ടുണ്ട്. പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഭംഗിയാണ് ഇതൊക്കെ. നമ്മൾ മനുഷ്യരൊന്നും ചെയ്യണ്ട, നമ്മൾ അവരെ വെറുതെ വിട്ടാൽ മതി. അപ്പോൾ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഈ പറുദീസയിലൂടെയുള്ള യാത്രയാണ്, യാത്ര എന്നൊക്കെ പറയുമോ, മീൻസ് എൻ്റെ യാത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ചുമ്മാ എൻ്റെ ഈ നൈബർഹുഡും ഞാൻ പോണ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരിക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഇന്നോവേറ്റീവോ എഡ്യൂക്കേറ്റഡോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്നും ഒന്നും വിചാരിച്ചിട്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുതൊന്നും. ഞാൻ ചുമ്മാ even though I'm working in a school, I don't like to talk about my work in my vacation time. This is a mental space for me. ഒരു ചെറിയൊരു മെൻ്റൽ ബ്രേക്ക് ഒക്കെ പറയാം. നമ്മൾ സ്കൂളിലത്തെ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാവിലെ പോകുന്നു, അവിടെ വർക്ക് ചെയ്യണോ, അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാനും കാണാനൊക്കെ ഇഷ്ടമുണ്ടാവും എന്നറിയാം. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. കുട്ടികളുടെ വീഡിയോസോ പിക്ചേഴ്സോ ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോണും വീഡിയോസൊന്നും എടുക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള പെർമിഷനൊക്കെ വാങ്ങണം പാരൻസിൻ്റെ അടുത്തു നിന്നും സ്കൂളിൻ്റെ അടുത്തു നിന്നൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ സ്കൂളിൽ നിന്നുള്ള വീഡിയോ എടുക്കാത്തത്. പിന്നെ ഞാൻ ഈ പുറത്തിറങ്ങുമ്പോഴാണ് എനിക്ക് ഈ ഫോണും ഇങ്ങനെയൊക്കെയുള്ള ഇത് കാണുമ്പോഴാണ് ഓക്കെ ലെറ്റ്സ് ടേക്ക് എ വീഡിയോ, ദീസ് ആർ ദ തിങ്സ് ഐ എൻജോയ്. സോ മേ ബി എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ ഒരു മെമ്മറി, നമ്മളിങ്ങനെ ഓരോ മെമ്മറികൾ പഴയതൊക്കെ ആലോചിക്കുമ്പോൾ യെസ് യാ വാട്ട് ഐ ക്യാൻ സീ ഷാസ, ഈ മെമ്മറിയൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ രണ്ട് ഉപയോഗം, എനിക്ക് ഉപയോഗമാണ്, നിങ്ങൾക്ക് കാണുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ തേക്കാണല്ലോ നമ്മളുടെ മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെ കാര്യമായിട്ട് നമുക്ക് മരങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെയാണ് നമുക്കുള്ളത്. ഇവിടെ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലകളൊക്കെ ഇനി വരണേ ഉള്ളൂ കേട്ടോ. ഇത് മരം മീൻസ് വിൻ്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ്ങിലേക്ക് കടക്കുകയാണല്ലോ ഇപ്പം ഞങ്ങളിപ്പോൾ സ്പ്രിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആദ്യം വരുന്ന ആൾക്കാരാണ് ഈ ഡാഫോഡിൽസുകൾ. അവരാണ് ആദ്യം പൊങ്ങി വരിക ഭൂമിയിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഇലകളും ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ ഇലകളൊക്കെ മീൻസ് വരുന്നത്, തളിർക്കണത് പിന്നെയാ. അപ്പോൾ ഇപ്പോഴും ഒരു വിൻ്ററിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഈ മരങ്ങളിൽ കാണാൻ പറ്റും. Sky, this way, come here.
Come on. He is stuck. He is like acting cautious. ഇവിടെ ചെറിയൊരു വെള്ളം കെട്ടി നിൽക്കുന്നതാണ് കേട്ടോ. നമുക്ക് പുഴയൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ തോടൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയൊരു പോണ്ട്. ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവരും. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും ഓപ്പണായിട്ട് അവർക്ക് കളിക്കാനൊക്കെ, ഓടാനും ചാടാനും. പിന്നെ അവിടെ അടുത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് കാറ് വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടാകും കുട്ടികളെയും കൊണ്ട്, പാരൻസൊക്കെ. അവർ കളിക്കാനും, ഇന്ന് നല്ല വെതറാണല്ലോ. അപ്പം അങ്ങനെ ഇവിടേക്ക് അധികം ആളില്ല. ഞാനിവിടെ നടക്കാൻ വേണ്ടി, അവിടെ അപ്പുറത്തെ സൈഡിലാണ് പ്ലേ ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവിടെ നമ്മൾ ഈ മരത്തിൻ്റെ അടിയിൽ കൂടി നമ്മളിങ്ങനെ നടക്കണമെന്ന് മാത്രം. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പാറകളും. കാരണം ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥലത്തായതുകൊണ്ട് എനിക്ക് ആ വീടുമായിട്ട് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റും. ഈ മരങ്ങളും ഇങ്ങനെയല്ല, ഒരുപാട് ഇങ്ങനെ ആൾക്കാർ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ കാണുമ്പോൾ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിക്ക് ഇങ്ങനെ പോകാം എന്ന് പറയാം. ഒരു കണക്ഷൻ, സംതിങ് നമുക്ക് വീടൊക്കെ എപ്പോഴും മിസ് ചെയ്യുമല്ലോ. ഇവിടെ നമ്മൾ വീടുമായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ എന്നുള്ളത്. ഇനി എനിക്ക് ഇടയിൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. ഐ വുഡ് ലവ് ടു എൻജോയ് മൈ വാക്ക് വിത്തൗട്ട് ടേക്കിംഗ് വീഡിയോ. അപ്പോൾ ഞാൻ വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇവിടെ വീടുകൾ കാണുന്നുണ്ട്, അതിൻ്റെ അപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ അത് ഇങ്ങനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ വീടുകളുടെ ബാക്കുമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് കൂടി വന്നതാണ്. ഇവിടുത്തെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മതിലില്ല, ഫെൻസ് ഉണ്ട്. ഇവിടെ അനിമൽസിനെ, ഡിയേഴ്സും അങ്ങനത്തെ അവരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരിവിടെ സ്വൈരമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഉള്ള ഒരു ചെറിയൊരു സെൻറ്റർ, നേച്ചറായിട്ട് ഒതുങ്ങി ജീവിക്കുന്ന അനിമൽസ് ഉണ്ടല്ലോ. വലിയ അനിമൽസ് അല്ല, ചെറിയ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള അനിമൽസൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇവർ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മേ ബി ഇങ്ങനത്തെ അനിമൽസൊക്കെ ഇവിടെ ഉണ്ടാവാം. അങ്ങനെ ചെറിയ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ക്രോസ് ചെയ്യാനും നടക്കാനും. ഇവിടെ വാക്കിങ്ങിന് ആൾക്കാർ വരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. Today 17th. 17th. Yes. It's a beautiful day. It's a beautiful day. Excuse me, we are going in a wrong way. Oh, I almost